കായലരികത്ത് ബലയെറിഞ്ഞപ്പ ബളകിലുക്കിയ സുന്ദരി. അല്ല ഇതാരാണപ്പ? ദാച്ചായനിയാ? നന്നായി, ഇന്ന് ദാച്ചായനിയാണ് നമ്മുടെ കണി. കടമത്തിരിക്കുന്ന കൈ നിറയെ കാശ് കിട്ടുമെന്ന് ഉറപ്പായി. അതെന്താ ഖാദർക്ക് അങ്ങനെ? പശു ശവം വേശാസ്ത്രീ ഇതിലേതെങ്കിലും ഒന്ന് കണിയേണ്ടി കഴിഞ്ഞാല് സൂപ്പർ ലോട്ടോ അടിച്ച മാതിരിയാണെന്നാണ് ഭയമക്കാര് പറയണത്. പശു ശവം വേശ്യാസ്ത്രീ ഇതിലേതാ ഖാദർക്ക? ഞാൻ എന്തായാലും ഞാൻ നിങ്ങളെ പശു ശവം എന്നൊന്നും വിളിച്ച് അപമാനിക്കൂല. ചേറ്റ. രാമൻകുട്ടിയെ. ഓ നമസ്കാരം. സുഖാണോ? അയ്യോ എടാ രാമൻകുട്ടി, നമുക്ക് രണ്ടാൾക്ക് പോകാൻ ഇവിടെ സ്ഥലമുണ്ട്. നീ വാടാ. എന്റെ പൊന്ന് ദാക്ഷായനി ചേച്ചി, ഇതൊക്കെ ആരെങ്കിലും കാണുവോ കേൾക്കുകയോ ചെയ്ത എന്റെ മാനം പോവില്ലേ? ഇങ്ങനെ ഒരു ചെക്കൻ. എടാ രാമൻകുട്ടി, ഇപ്പൊ നിന്നെ കണ്ട മുട്ടയിടാറായ വരാലിനെ പോലെയുണ്ട്. അല്ല, നീ പണ്ടത്തെക്കാളും സുന്ദര കുട്ടപ്പനായിട്ടുണ്ടെന്നാ പറഞ്ഞത്. വേണ്ടെങ്കി വേണ്ട, തൽക്കാലം നീ എനിക്കൊരു 50 രൂപ താടാ. 50 കുലിവിയോ? ഇല്ല എന്നിട്ടല്ലേ, ഉണ്ടെങ്കിൽ ചോദിക്കുവോ? മാറിയേ. ഞാൻ ഇന്നും ആ പലചരക്കയുടെ കടം പറഞ്ഞ ആ കുട്ടപ്പനാര് ചീത്ത വിളിക്കൂടാ. കുട്ടപ്പനായരുടെ കടയിൽ എത്ര പറ്റിയാലും എന്താ അയാളുടെ സ്വഭാവം എനിക്ക് അറിഞ്ഞൂടെ? ഞാൻ തരാം. ഇതിനി എണ്ണി നോക്കി നേരം കളയണ്ട. അല്ലാതെ 50 അല്ല, 50 കൂടുതലുണ്ട്. പിന്നെ കാശ് തിരിച്ചു വേണ്ടപ്പോ നീ വീട്ടിലേക്ക് വന്നേക്കേ. അയ്യേ, ഒരു ഉപകാരം ചെയ്യാന്ന് വെച്ചാൽ തോന്നിയ ദിവസം പറയാ. നമോ പ്രപഞ്ച ഗുരുവേ നമോ. പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, അച്ചടക്കം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അച്ചടക്കത്തിന്റെ കാര്യത്തിൽ ആൺകുട്ടികളെക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പെൺകുട്ടികളാണ്. അച്ചടക്കമുള്ളൊരു പെൺകുട്ടിയെ ആർക്കും എവിടെ വെച്ചും എളുപ്പം തിരിച്ചറിയാൻ സാധിക്കും. ഉദാഹരണത്തിന്, ഒരു പുരുഷൻ ഒരു തെങ്ങുംതടി പാലത്തിലൂടെ നടന്നു വരികയാണെന്ന് വിചാരിക്കുക. അച്ചടക്കമുള്ളൊരു പെൺകുട്ടിയാണ് മറുവശത്തെങ്കിൽ അവൾ ഇറങ്ങി മാറി നിന്നിരിക്കും. അല്ല മാഷേ, ഈ തെങ്ങുംതടി പാലില്ലാത്ത സ്ഥലത്തെ പെൺകുട്ടികൾ എങ്ങനെ അച്ചടക്കം കാണിക്കുന്നേ? സൈലന്റ്. നിങ്ങൾക്ക് മാത്രം എന്താ ഞാൻ പ്രത്യേകം പറയണോ? പോയി ബെല്ലടിക്കണം. വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. എന്താടാ നീ അസംബ്ലി പിച്ചും പേയും പറയുന്നത് കേട്ടല്ലോ? തെങ്ങും തടിപ്പാലം, പെൺകുട്ടി, ഇറങ്ങി മാറിക്കറൽ. നിനക്കെന്താ തലക്ക് വട്ടായോ? നിനക്കൊന്നും ക്ലാസ്സില്ല? എന്നാ പിന്നെ പഠിപ്പ് നിർത്തി കഞ്ഞി ഇളക്കാൻ പോടാ. ഉള്ള നേരത്തെ 4 അക്ഷരം പഠിക്കാൻ നോക്കും മക്കളെ, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. ഓടാ ക്ലാസ്സില്. ഈ കുട്ടികളുടെയും ടീച്ചേഴ്സിന് മുമ്പ് വെച്ച് എന്നെ ഇങ്ങനെ കൊച്ചാക്കറി ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. അതുപോട്ടെ, നീ വേലായുധന്റെ മോളെ കെട്ടാൻ പോണെന്ന് കേട്ടല്ലോ? ഞാനല്ല ശങ്കരമാമ, അമ്മയാ. ഓഹോ, അപ്പൊ അമ്മയാണോ കെട്ടാൻ പോകുന്നത്? അതല്ല, അമ്മയാണെല്ലാം നിശ്ചയിച്ചെന്ന് പറയായിരുന്നു. പക്ഷെ ഒന്ന് നീ ഓർത്തോ, പാർട്ടിക്കാരുമായുള്ള നിന്റെ ഈ ഇടപെടലുണ്ടല്ലോ അണ്ടർവെയറിന്റെ പോക്കറ്റിൽ ബോംബ് സൂക്ഷിക്കുന്ന പോലെയാ. എന്നെങ്കിലും ഒരു ദിവസം അത് പൊട്ടിത്തെറിക്കും. പിന്നെ നിന്റെ ഒരു സ്പെയർ പാർട്സ് പോലും ബാക്കിയാണില്ല. അതെ, പ്യൂണിന്റെ ജോലി നോക്കിയാൽ മതി. ആ കഞ്ഞി അടി പിടിക്കാവുന്ന ഇളക്കി കൊടുത്തേ. നിന്റെ അമ്മാമയല്ലേ? അമ്മാവനും കിണ്ണക്രാന്തിക്ക് വീട്ടില് കഞ്ഞി ഇളക്കല്ലേ പറഞ്ഞത്. ഈ രാമൻകുട്ടിയുടെ സ്വഭാവം ഇങ്ങനെ സ്നേഹമുള്ളവരോട് അല്പം ക്രൂരമായിട്ട് പെരുമാറും. രാമൻകുട്ടി മാഷെ കൊണ്ട് മോളെ കല്യാണം കഴിപ്പിക്കുന്ന കാര്യം എന്തായി എന്ന് പറഞ്ഞ അവൻ പറയാൻ നടപ്പുണ്ട്. പക്ഷെ എനിക്ക് എന്റെ വാക്ക് കിട്ടാമല്ല. എന്റെ പേര് കേട്ട അവന്റെ കൈകാലും വിറയ്ക്കും. കഞ്ഞി ഇളക്കല്ലേ പറഞ്ഞത്. നാരായണ മാമ,
അയ്യോ ഓടിക്കോ. അയ്യോ. എങ്ങോട്ടാ കൂടുന്നത്? ഇങ്ങോട്ട് വാ നാരായണ മാമ. കല്യാണക്കാരിയായിട്ടായിരിക്കും വരവ്. ഞാൻ അതിന്റെ പുറകിലുണ്ടാവും. ആര് അതിന്റെ ചോദിച്ചാലും പുറകിലുണ്ടെന്ന് പറഞ്ഞേക്കാം. അല്ലടാ ഇവിടെ ഇല്ലാന്ന് പറയണമെന്ന്. എവിടെ രാമൻകുട്ടി? ഈ പുസ്തകമൊക്കെ എഴുതിയവനെ സമ്മതിക്കണം. എഴുതി ഊപ്പാട് വന്ന് കാണും. നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ? എവിടെ രാമൻകുട്ടി? ഈ ചോദ്യം കേട്ടാത്തൊന്നും രാമൻകുട്ടി മാഷ ഞാനേതോ അലമാരയിൽ ഒളിപ്പിച്ചു വെച്ചെന്ന്. നിന്റെ പറച്ചില് കേട്ടിട്ട് എനിക്കൊരു സംശയമില്ലാതില്ല. എന്നാ പിന്നെ നോക്ക്. ആഹാ, ഏതായാലും വൈകുന്നേരമായാലും അവരിവിടെ വരുമല്ലോ. അതുവരെ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. എനിക്ക് അവനോട് ഇന്ന് 2 വാക്ക് പറയണം. ഞാൻ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുക്കണം. ലൈബ്രറി അലമാരയില. ആരുടെ അലമാരിയില്? ഫോം ഫില്ല് ചെയ്യണ്ടേ? മോള് ഫോം ഒന്നും ഫില്ല് ചെയ്യണ്ട. പുസ്തകം എടുത്തോളൂ. കവിതയാണ് എനിക്ക് വേണ്ടത്. കവിതകൾ അലമാരയിലുണ്ട്. അയ്യോ, ഇങ്ങോട്ട് വരണ്ട. ഇവിടെ ശരിയാവൂല. എന്താ? അതെന്താണ് അവിടെ പോയാ? ഇല്ല, ഞാൻ എടുത്തു കൊടുക്കാം. പോടാ. മോള് പോയി എടുത്തോ. എന്താ എന്താ? ആരാ? ഒരാള്. ആരാടാ? ആരാടാ അത്? ഇറങ്ങി വരുന്നു അതോ ഞാൻ വെടിവെക്കണോ? നാരായണ മാമ. ഇത് ഞാനാ രാമൻകുട്ടി. ആ, നീ എന്താടാ ഇതിനകത്ത്? പുനത്തിൽ കുഞ്ഞബ്ദുലെ തുടക്കിയായിരുന്നു. എന്നിട്ട് അയാളെവിടെ? അയാളുടെ ബുക്ക് തുടക്കിയായിരുന്നു. പുസ്തകം തുടക്കുന്നത് പാത്തുകൊണ്ടാണോ? അല്ലെങ്കിൽ നിനക്ക് ഈടെയായിട്ടൊരു ചുറ്റുകളി കൂടുതലാ. നീ ആ വേലായുധന്റെ മകളെ കെട്ടാൻ പോകുന്ന ഒരു ശ്രുതി കേട്ടു. നാരായണ മാമ ഒന്നിങ്ങി വന്നേ. വലിക്കാതെ ഞാൻ വരാം. നാരായണ മാമ അത് എടാ, നീ വേലായുധന്റെ മകളെ കെട്ടുന്നതിന് എനിക്കെന്താ വിരോധം? പക്ഷെ അവക്കൊരു സ്വഭാവ ഗുണമുണ്ട്. അവളൊരു സ്നേഹിതയാ. അയൽപക്കത്തെ തേങ്ങാ വെട്ടുകാരൻ ചന്ദ്രനെയും അവനെയും റബ്ബർ വെട്ടുകാരൻ ദാസപ്പനെയും ഒരുമിച്ച് കണ്ണടിച്ചതാ അവള്. അവസാനം ചേട്ടനും അനിയനും റബ്ബർ വെട്ടും തേങ്ങാ വെട്ടും നിർത്തി വെട്ടി വെട്ടി പിരിഞ്ഞു. ആ, ഞാൻ ഈ നാട്ടുകാരി അല്ലേന്ന് പറഞ്ഞവളെ കാര്യം പറയും. നീ കെട്ടിക്കോ. അവൾ അത്രക്കാരിയാണോ? ആ, എനിക്ക് ലൈബ്രറിയിൽ പിടിപ്പത് പണിയുണ്ടേ. പിന്നെ കല്യാണം ശരിക്കും ഫിക്സ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. ഏയ്, നിനക്ക് ഇപ്പോഴും രക്ഷപ്പെടാൻ സമയമുണ്ട്. എന്റെ മകള് പ്രിയ. ഞാൻ അമ്മയായിട്ടൊന്ന് സംസാരിക്കട്ടെ. ആ. അല്ല നാരായണ മാമ ചെല്ല്. ആലോചിക്ക. എനിക്ക് ഈ പുസ്തകം വേണമായിരുന്നു. ഏത് പുസ്തകം വേണ്ടെന്ന് വെച്ചാൽ എടുത്തോളൂ. ഞാനാണ് ഇവിടുത്തെ യഥാർത്ഥ ലൈബ്രറിയൻ. കുട്ടി കവിതയൊക്കെ വായിക്കില്ലേ? ഞാൻ ആദ്യമായിട്ട് കാണുക ഈ നാട്ടിൻപുറത്തൊരു പെൺകുട്ടി കവിത വായിക്കുന്നത്. എനിക്ക് മനസ്സിലായില്ല. ഇവിടെ എവിടെ വീട്? കുട്ടിക്കാലത്ത് കണ്ണില് മണ്ണ് വാരിയിട്ട് ഓടിപ്പോയ ഒരു പെൺകുട്ടിയെ ഓർമ്മയുണ്ടോ? അന്ന് ആ കുട്ടി ഓടിപ്പോയത് ഇവിടെ എല്ലാവരുടെയും മനസ്സിന്ന് കൂടിയാ അല്ലേ? സംഗീത. മാധവമാമ പറഞ്ഞിരുന്നു ബോംബെന്ന് വരുന്നുണ്ടെന്ന്.